നമ്മൾ രക്ഷാകരമായ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ ചിലപ്പോൾ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞു. നവീകരണ ചിന്താഗതികളൊക്കെ അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വിശ്വാസത്തിൻ്റെ ചരിത്രം പറ്റി പറയുമ്പോൾ നവീകരണ കാലത്താണ് വിശ്വാസത്തെക്കുറിച്ചുള്ള തിരുവചനത്തിൻ്റെ ഉപദേശം വ്യക്തമായി രൂപപ്പെട്ടത്. അതിനു മുമ്പ് വിശ്വാസത്താൽ രക്ഷയെക്കുറിച്ച് നാം പ്രസംഗിക്കുകയും എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അത് സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഉപദേശങ്ങൾ വ്യക്തമായി രൂപപ്പെടുത്തിയെടുത്തത് നവീകരണം മുതലാണ്. കാരണം മാർട്ടിൻ ലൂതർ വന്ന് വിശ്വാസത്താലാണ് രക്ഷ, പ്രവൃത്തികളല്ല എന്ന് അസന്നിഗ്ധമായി പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കുവാനായിട്ട് റോമൻ കത്തോലിക്കർക്ക് ഇവിടെയായി. എന്താണ് വിശ്വാസം, പ്രവൃത്തി എന്നൊക്കെ പറയുന്നതെന്ന് അവരുടെ വേദശാസ്ത്രത്തിൽ പോലും അവർക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയേണ്ടതായിട്ട് വന്നു. പ്രൊട്ടസ്റ്റന്റുകാരായ നമുക്ക് ഒരു നവീകരണം ഉള്ളതുപോലെ തന്നെ ഒരു കാത്തലിക് റിഫർമേഷനും ഉണ്ട്. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തെ തുടർന്നാണ് അതുണ്ടായത്. അവരുടെ തന്നെ പല തെറ്റായിരിക്കുന്ന ചിന്താഗതികളെ അവർ കറക്റ്റ് ചെയ്തു. അവരെ കറക്റ്റ് ചെയ്തെങ്കിലും കാത്തലിക് ചിന്താഗതികളാണത്. പ്രൊട്ടസ്റ്റന്റുകാർ പറഞ്ഞതായിരിക്കുന്ന വചനാനുസരണമുള്ള ചിന്താഗതികളല്ല. എങ്കിലും അവരുടെ ഇടയിൽ വലിയ വലിയ തിയോളജിയൻസ്, വേദശാസ്ത്രികൾ വരികയും അവരതേക്കുറിച്ചൊക്കെ വളരെയധികം ചർച്ചകൾ ചെയ്യുകയും ചെയ്തു. അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ഥലം അന്നത്തെ വേദശാസ്ത്ര പഠനത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അവിടെ ഉള്ളതായിരിക്കുന്ന വേദശാസ്ത്രികൾ വിശ്വാസവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംവാദിച്ചിരുന്നു. പിസ്റ്റിസ്, ഗ്നോസിസ്. പിസ്റ്റിസ് അപൂർണവും പ്രാഥമികവും, ഗ്നോസിസ് സമ്പൂർണവും പര്യാപ്തവും എന്നാണ് അവർ പറഞ്ഞത്. വിശ്വാസം എന്ന് പറയുന്നത് അപൂർണവും പ്രാഥമികവുമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണമാണ്, സമ്പൂർണമാണ്. അങ്ങനെയാണ് അവർ അന്നതേക്കുറിച്ച് പറഞ്ഞത്. തർത്തുല്യൻ ആണ് ഈ ചിന്താഗതി ആദ്യം തള്ളിക്കളഞ്ഞതായിരിക്കുന്ന ഒരു വ്യക്തി. മനുഷ്യന്റെ ബുദ്ധിക്ക് ശരിയെന്ന് തോന്നുന്നതിനാൽ അല്ല, വചനം സത്യമെന്ന് പ്രസ്താവിക്കുന്നതിലാണ് വിശ്വാസം സ്വീകാര്യമായിരിക്കുന്നത് താൻ പറഞ്ഞു. ജ്ഞാനവാദികൾ പറഞ്ഞ യുക്തി, മനുഷ്യന്റെ യുക്തിക്ക് ശരിയെന്ന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് വിശ്വാസത്താൽ അംഗീകരിക്കുന്ന കാര്യങ്ങളെക്കാൾ കുറച്ചുകൂടെ മെച്ചമായത്. നമ്മുടെ ചില ആളുകൾ പോലും അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗമെന്നും നരകമെന്നും ഒക്കെ പറയുന്ന പോലെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ അതൊന്നും നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, ഉണ്ടെന്ന് നമ്മളിങ്ങനെ ആശ്വസിക്കുകയാണ്. എന്നാൽ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് കഴിയും. വാസ്തവത്തിൽ അങ്ങനെയല്ല. കാരണം നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് എത്രയുണ്ട്? നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ. വിശാലമായി കടലിൽ കിടക്കുന്ന വെള്ളത്തേക്കാൾ നമ്മുടെ കോപ്പയിലുള്ള വെള്ളമാണ് കുറച്ചുകൂടി ശരിയായിട്ടുള്ളതെന്ന് പറയുന്ന പോലെയാണ്. കാരണം മറ്റേ വെള്ളത്തെക്കുറിച്ച് നമുക്ക് അധികമൊന്നും അറിയില്ല. അതിൻ്റെ ആഴത്തെക്കുറിച്ചും പരപ്പിനെ കുറിച്ചും ഒന്നും അറിയില്ല. എന്നാൽ നമ്മുടെ കോപ്പിലുള്ള വെള്ളത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനും വിശകലനം ചെയ്യാനും അതിലെന്തൊക്കെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും അറിയാനും ഒക്കെ കഴിയും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് വളരെ കുറച്ചേ ഉള്ളൂ. മറ്റതിൻ്റെ ഒരു വെറും ഭാഗം മാത്രമേ അത് ആകുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ഏതെങ്കിലും വിഷയം വിശ്വാസ്യമായിരിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധി ശരിയെന്ന് തോന്നുന്നത് കൊണ്ടല്ല, വചനം അത് ശരിയാണെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. അതാണ് തത്തുല്യന്റെ സ്റ്റാൻഡ്, അതാണ് നമ്മുടെ ഈ സ്റ്റാൻഡ്. ഏത് വിഷയമായാലും ദൈവവചനം ഒന്നിൽ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ആശയത്തിന് വിരുദ്ധമല്ല, ദൈവവചനത്തിന്റെ ആശയമായി ചേർന്ന് പോകുന്നതാണ്. എല്ലാ വിഷയങ്ങളും ദൈവവചനം പഠിപ്പിക്കുന്നതാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവവചനത്തിലെ ഏതെങ്കിലും ആശയത്തോട് വിരുദ്ധമായിരിക്കുന്ന ഒരു ആശയം ശരിയാകാൻ ഒരിക്കലും കഴിയില്ല. കാരണം ആത്യന്തിക റെഫറൻഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. വിശ്വാസം എന്ന വാക്ക് വിശ്വാസത്തിന് വിധേയമായ വിഷയങ്ങളെ കുറിക്കുവാനും ഉള്ളതാണെന്ന് തത്തുല്യം പറഞ്ഞു. വിശ്വാസത്തിന് വിധേയമായ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അതെല്ലാം വിശ്വാസത്തിന്റെ പരിധി വരുന്നതാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മുടെ രക്ഷയെക്കുറിച്ചും ദൈവമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചും ഒക്കെ. ജ്ഞാനം എന്നതിനെക്കുറിച്ച് പറയാനൊക്കെയില്ല. ദൈവമായുള്ള നമ്മുടെ ബന്ധത്തെ ജ്ഞാനത്തിന്റെ ഇതിൽ വരികയില്ല. കാരണം ജ്ഞാനത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും, വിശ്വാസത്തിന്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വെളിപ്പാടുമാണ്.
അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഉരുവാകുന്നത് തെറ്റാകണം നിർബന്ധമൊന്നുമില്ല, ശരിയാകാം. പക്ഷേ അതിന്റെ ആത്യന്തിക ശരിയും തെറ്റും നിശ്ചയിക്കുന്ന ദൈവജനമായി അതെങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച അതാണ്. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ശരിയാണ് എന്ന് പറയുകയും വാദിക്കുകയും ഒക്കെ ചെയ്യും. എനിക്ക് അങ്ങനെയാ തോന്നുന്നതെന്ന് പറയാണ് കുറച്ചുകൂടി ശരി. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, ഞാൻ സമ്മതിക്കുകയില്ല. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എൻ്റെ തോന്നലെന്നാണ് നമ്മൾ പറയുന്നത്, വിശ്വാസം എന്നല്ല പറയുന്നത്. അതാണ് എൻ്റെ വിശ്വാസം എന്ന് ശരിക്കും പറഞ്ഞപ്പോൾ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അതാണ് എൻ്റെ തോന്നൽ, അതാണ് എൻ്റെ വിചാരം, അതാണ് എൻ്റെ ചിന്താഗതി. മൈ ലൈൻ ഓഫ് തിങ്കിങ് ഈസ് ഇൻ ദാറ്റ് വേ. അങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് വിശ്വാസികൾ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും അവർക്ക് ജീവിതത്തിൽ തെറ്റുപറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ചിന്താഗതിക്ക് ആധാരമായി അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ശരിയെന്ന് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ബുദ്ധിക്ക് തോന്നിയതായിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ശാസ്ത്രം എന്ന് പറയുന്ന അറിവിനെ ബന്ധപ്പെട്ടതല്ലേ? ശാസ്ത്രം എന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. ഇന്നലെ പറഞ്ഞതല്ല ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത്. അതിൽ നിന്ന് പലതും മാറ്റിയും അതിൽ നിന്ന് തിരുത്തിയും അതിന് കുറച്ചുകൂടി വിശദീകരണങ്ങൾ കൊടുത്തും വിശാലപ്പെടുത്തിയും ഒക്കെയാണ് പറയുന്നത്. വളരുന്ന യാതൊരു പ്രതിഭാസവും ആത്യന്തികമായി സത്യമല്ല. കാരണം വളർച്ചയെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനെ തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് വളരുന്നത്. എങ്കിലേ അത് വളർച്ചയാവും. ഇപ്പോഴുള്ളതിനെ അതുപോലെ തന്നെ സംരക്ഷിക്കുന്നതിന് വളർച്ചയെന്ന് പറയില്ല. അപ്പോൾ വളരുന്ന ഏതൊരു പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നിൻ്റെ തെറ്റുകളെ തിരുത്തിക്കൊണ്ടാണ് നാളെ അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസം വളർന്നാൽ വിശ്വാസം വളരുന്ന വിശ്വാസമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയതായിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ചതുപോലെ തന്നെ ആ കാര്യം ശരിയാണെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് കൂടുതൽ വെളിപ്പാടുകൾ ദൈവജനത്തിൽ നിന്ന് ലഭിച്ചു. ദൈവജനം കൂടുതൽ പഠിക്കുന്നതോറും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരിക. അതുകൊണ്ടാണ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് പറയുന്നത്. രക്ഷയ്ക്കുള്ള വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിന്റെ ഏത് ഭാഗവും അങ്ങനെയാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വസിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. 50 വർഷം മുമ്പ് ഞാൻ വിശ്വസിച്ച ആ കാര്യങ്ങൾ അതുപോലെയല്ല ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനേക്കാൾ വളരെ വിശാലമായിട്ടാണ് വിശ്വസിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ചായാലും ഇന്ന് ദൈവത്തെക്കുറിച്ചായാലും വളരെ പരിമിതമായ അറിവ് എനിക്ക് ദൈവത്തെക്കുറിച്ച് ഒരു കാലത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ അറിവ് ശരിയായിരുന്നു, പക്ഷെ അപര്യാപ്തമായി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ശാസ്ത്രം പഠിച്ചു വന്നതായിരിക്കുന്ന കാലത്ത് ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിന് മോളിക്യൂൾ എന്നാണ് പറയുന്നതെന്ന് അതിനെ പഠിപ്പിച്ചത്. സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ മാറ്റർ ഈസ് മോളിക്യൂൾ. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോയി പറഞ്ഞു ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ മാറ്റർ ഈസ് മോളിക്യൂൾ അല്ല, ആറ്റമാണെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞ് അവർ പറഞ്ഞു ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ മാറ്റർ ഈസ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചുകൂടെ പറഞ്ഞു ചോദിച്ചു അതുമല്ല, അതിനൊക്കെ ചില ചാർജസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അറിവ് ആദ്യം ഉണ്ടായിരുന്ന അറിവിനെ തെറ്റാണെന്ന് പറയുകയല്ല, ആദ്യം ഉണ്ടായിരുന്ന അറിവിനെ ഒന്നുകൂടെ വിശാലമാക്കുകയാണ്. എന്നാൽ മറ്റു ചില വിഷയങ്ങളിലല്ല ഇതുവരെ നമ്മൾ പറഞ്ഞതും വിശ്വസിച്ചുമൊക്കെ തെറ്റാണ്. ചില രോഗങ്ങളെക്കുറിച്ച്, ചില മരുന്നുകളെക്കുറിച്ച് ഒക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണ്. ആ മരുന്നുകൾ പോലും ഷെൽഫിൽ നിന്ന് എടുത്തു മാറ്റി. കൂടുതൽ പഠനങ്ങൾ ചെയ്തപ്പോൾ ക്യാൻസർ തടയാൻ ചെയ്യുന്ന ആ മരുന്നുകൾ ക്യാൻസർ വാസ്തവത്തിൽ വരുത്തുകയും വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ആ മരുന്നിലുള്ള നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ ശാസ്ത്രത്തിലുള്ള നമ്മുടെ വിശ്വാസം, ഫാർമക്കോളജിയിലുള്ള നമ്മുടെ വിശ്വാസമൊക്കെ നമ്മൾ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചും ആധ്യാത്മിക വിഷയങ്ങളെ സംബന്ധിച്ചും ഉള്ള എൻ്റെ അറിവ് ഏത് കാലത്തും വിശുദ്ധ ബൈബിളിൽ ആധാരമായിരുന്നെങ്കിൽ ആ അറിവ് വളർന്നുകൊണ്ടിരിക്കും. ആ അറിവ് തിരുത്തപ്പെടുകയില്ല. അറിവ് വളർന്നുകൊണ്ടിരിക്കും. ആദ്യം പറഞ്ഞ് വിശ്വസിച്ചതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കൂടെ വിപുലമായ ഒരു അറിവാണ് എനിക്ക് ഉള്ളത്. ഇപ്പം ദൈവം സർവജ്ഞാനിയാണെന്ന് എനിക്ക് എല്ലാ കാലത്തും അറിയാമായിരുന്നു. ചെറുപ്പത്തിനൊക്കെ എന്നെ പഠിപ്പിച്ച അങ്ങനെയാണ്, ദൈവം സർവജ്ഞാനിയാണ്. അപ്പോൾ പക്ഷെ അന്ന് ഞാൻ ദൈവം സർവജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വിശ്വസിച്ചിരുന്നത്? ദൈവത്തിന്റെ സർവജ്ഞാനം കൊണ്ട് ഞാൻ അന്ന് അറിഞ്ഞിരുന്ന കാര്യമൊന്നുമല്ല ഇന്ന് ദൈവത്തിന്റെ സർവജ്ഞാനം കൊണ്ട് ഞാൻ അറിയുന്നത്. അന്ന് ദൈവത്തിന് സർവജ്ഞാനമാണെന്ന് അറിഞ്ഞപ്പോൾ ദൈവത്തിന് എല്ലാ കാര്യവും അറിയാം എന്ന് പൊതുവിൽ ഞാൻ പറഞ്ഞു.
അതെ, അസാധ്യമായ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന് അറിയാമോ? അസാധ്യമായ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന് അറിയാം? അറിയില്ല. കാരണം അത് അസാധ്യമാണെന്നുള്ളത് കൊണ്ട്. ദൈവം സർവശക്തനാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വിചാരിച്ച ഒരു കാലം ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയുമെന്നാണ്. പക്ഷെ ഇപ്പോൾ എനിക്കറിയാം എന്തും ചെയ്യാൻ കഴിയുമെന്നല്ല, സാധ്യമായത് എന്ത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. സാധ്യമായത് ഒരു കാര്യം അസാധ്യമാണെങ്കിൽ ആർക്കും ചെയ്യാനൊക്കില്ല, ദൈവത്തിനും ചെയ്യാനൊക്കില്ല. ദൈവം വിചാരിച്ച ത്രികോണാകൃതിയിലുള്ള ഒരു 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 വൃത്തം വരയ്ക്കാൻ ഒക്കുമോ? ദൈവം എത്ര നാൾ കുത്തിയിരുന്നാൽ ത്രികോണാകൃതിയിലുള്ള ഒരു വൃത്തം വരയ്ക്കാൻ ഒക്കും? ഒക്കുകയില്ല. ത്രികോണമാണെങ്കിൽ വൃത്തം അല്ല, വൃത്തമാണെങ്കിൽ ത്രികോണമല്ല. അപ്പൊ ദൈവത്തിന്റെ കഴിവുകേടിനെയല്ല അത് കാണിക്കുന്നത്. ആ ആശയം അസംബന്ധമാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ പണ്ടുകാലം വിശ്വസിച്ചിരുന്നു. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല. സാധ്യമായതെന്തും ദൈവത്തിന് ചെയ്യാൻ കഴിയും. അതുപോലെ ദൈവത്തിന്റെ സർവ്വസാന്നിധ്യത്തെ കുറിച്ച് പഠിച്ചിരുന്നത് എന്താ? ദൈവം സർവ്വവ്യാപിയാണെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? സർവ്വസാന്നിധ്യം എന്നുള്ള വാക്ക് പഴയ വേദശാസ്ത്ര പുസ്തകങ്ങളിലെങ്ങുമില്ല. അതൊക്കെ അടുത്ത കാലത്ത് ഉള്ള വാക്കുകളാണ്. സർവ്വവ്യാപിയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു തൂണിലും തുരുമ്പിലും എല്ലാം ഉള്ള ദൈവമെന്ന്. ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടോ? ഇല്ല, ഇന്ന് നമുക്കറിയാം. അപ്പോ ദൈവത്തിന്റെ സർവ്വസാന്നിധ്യം, സർവവും ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല. കടലിന്റെ അടിത്തട്ടി പോയാലും ദൈവത്തിന് മറഞ്ഞിരിക്കുകയില്ല, അവിടെയുണ്ട്, ഇവിടെ. അപ്പോൾ കാര്യങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസം മാറുകയല്ല ചെയ്യുന്നത്, വിശ്വാസം വളരുക ചെയ്യുന്നത്. എന്നാൽ ശാസ്ത്രത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ശാസ്ത്രം വളരുമ്പോൾ ഇന്നലെ പറഞ്ഞത് അബദ്ധമാണെന്ന് അവർ തന്നെ പറയും. അങ്ങനെ പറയും. പിന്നെ ഇന്ന് പറയുന്നത് നാളെ ശരിയാണെന്ന് പറയുമെന്ന് അവർക്ക് തന്നെ വിശ്വാസമില്ല. കാരണം വളരുന്ന ഏതൊരു പ്രതിഭാസത്തിനും തെറ്റ് തിരുത്തിയെങ്കിലേ വളരാനായിട്ട് സാധിക്കും. തെറ്റ് തിരുത്താതെ വളരാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന് മാത്രമേ സത്യം എന്ന വാക്ക് ആന്ധ്ര ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ള അറിവുകൾക്ക് അത് സത്യമാകാം, വിദ്യയാകാം. അത് മനുഷ്യന്റെ ബുദ്ധിയിലാണ് അത് ആധാരപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് വ്യത്യാസം വരികയും മാറി വരികയും ചെയ്യുന്നതാണ് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പരീക്ഷണങ്ങളെല്ലാം ശാസ്ത്രത്തിന്റെ അറിവെന്ന് പറഞ്ഞാൽ പരീക്ഷണം, നിരീക്ഷണം, അനുമാനം, ഈ 3 വിഷയങ്ങളെ ആധാരമാക്കിയ പരീക്ഷണം, നിരീക്ഷണം, അനുമാനം. ഈ പരീക്ഷണം നടത്തുന്ന ആളാരാ? മനുഷ്യനാ. അപ്പം പരീക്ഷണം നടത്താൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആരാ ഉണ്ടാക്കുന്നത്? അതും മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നത്. ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആരാ? നിരീക്ഷണം ചെയ്യുന്ന ആരാ? മനുഷ്യൻ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അനുമാനങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? അതും മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അതിന് പ്രശ്നം അതാണ്. മനുഷ്യൻ തന്നെ പരീക്ഷിച്ച്, മനുഷ്യൻ തന്നെ നിരീക്ഷിച്ച്, മനുഷ്യൻ തന്നെ അനുമാനിക്കുന്ന കാര്യങ്ങൾക്ക് മനുഷ്യന്റെ നിരീക്ഷണത്തോടും മനുഷ്യന്റെ അനുമാനങ്ങളോടും മാത്രം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മാത്രമേ അതിന് സത്യാവസ്ഥയുള്ളൂ. ഞാൻ പറഞ്ഞ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും അനുമാനങ്ങളിലും അധിഷ്ഠിതമല്ല. അത് ദൈവത്തിന്റെ വെളിപ്പാടുകളിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞെന്നാ വിചാരിക്കുന്നത്. എന്നോടൊരിക്കലും ഒരു പാസ്റ്റർ പറഞ്ഞത്, എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം. നമ്മൾ എപ്പോഴും കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന വിശ്വാസബദ്ധമായ കാര്യങ്ങളൊക്കെ സമ്പാദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരിക്കൽ അന്യഭാഷയെക്കുറിച്ചുള്ള ഞങ്ങളിങ്ങനെ കുറേ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ഒരാഴ്ച ബ്രദർ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷ സംസാരിച്ചാൽ ബ്രദർ വിശ്വസിക്കുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. എനിക്കൊരു അനുഭവം ഉണ്ടായി എന്നല്ലാതെ അനുഭവം ശരിയാണെന്നോ ദൈവം തന്നതാണെന്നോ ഞാൻ എങ്ങനെ അറിയുന്നത്? അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് പല കാരണങ്ങളുണ്ടാകാം. എനിക്ക് ഹാലൂസിനേഷൻ കൊണ്ടുണ്ടാകാം, മാനസിക വിഭ്രാന്തി കൊണ്ടുണ്ടാകാം, ഞാൻ കഴിച്ച ഏതെങ്കിലും മരുന്നുകളുടെയോ സാധനങ്ങളുടെയോ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകാം, അത് സാത്താൻ തന്നതാകാം, അത് ദൈവം തന്നെ അനുഭവമാണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? അങ്ങനെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ബൈബിൾ എടുത്തിന് കാണിക്കണം. ഒന്ന്, കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഇത്ര ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതാണ്. അത് കിട്ടിയത് ശരിയാണോ എന്നറിയാനുള്ള ബൈബിൾ തന്നെ ചില തെളിവുകൾ നൽകുന്നുണ്ട്. ഈ തെളിവുകളൊന്നും ഇല്ലാതെ എങ്ങനെയാ? അപ്പോ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു, നിങ്ങൾ ആദ്യം ബൈബിൾ എടുത്തത് ബൈബിളിൽ കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ കാത്തിരുന്ന് പ്രാപിക്കേണ്ട ഒരു വിഷയമാണ് അന്യഭാഷ. അങ്ങനെ അവർക്ക് തെളിയിക്കാൻ ഒക്കില്ല. കാത്തിരിക്കാത്ത ഒത്തിരി പേര് അന്യഭാഷ പറഞ്ഞു. പെന്തക്കോസ്തുകാരിൽ അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരുന്നവരാന്ന് അന്യഭാഷ പറഞ്ഞവരാരെങ്കിലും അല്ല.
അവർക്കങ്ങനെ കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അത് തന്നെ അസംബന്ധമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്, നിങ്ങളുടെ അനുഭവത്തിൽ പോലും നിങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിശ്വസിക്കുന്ന ഒന്നേ ഉള്ളത് ബൈബിളാണ്. എൻ്റെ അനുഭവങ്ങളെയെല്ലാം ഞാൻ ബൈബിളിന്റെ വെളിച്ചത്തിലാണ് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുന്നത്. ബൈബിളിൽ കൊണ്ട് അളന്നു നോക്കുമ്പോൾ എൻ്റെ അനുഭവം ശരിയാണെങ്കിൽ ഞാനതുപോലെ ശരിയായ അനുഭവമാണ്. ബൈബിൾ കൊണ്ട് അളന്നു നോക്കുവാൻ കഴിയാത്തൊരു അനുഭവമാണെങ്കിൽ, എൻ്റെ ബൈബിൾ കൊണ്ട് അളന്നു നോക്കുമ്പോൾ ശരിയെന്ന് ബോധ്യപ്പെടാത്തൊരു അനുഭവമാണെങ്കിൽ ഞാൻ പറയും അനുഭവം ശരിയാണെന്ന് ഞാൻ സമ്മതിക്കും. ആ നിലയിലേക്ക് നമ്മുടെ വിശ്വാസത്തിൽ വളർന്നു. നമ്മുടെ വിശ്വാസത്തിന് ആധാരം ദൈവത്തിന്റെ വചനമാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്ന അല്ല. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. പെന്തക്കോസ്തുകാർ പറഞ്ഞു, ഞാൻ സംസാരിച്ചു അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന്. അങ്ങനല്ല, ഞാൻ വിശ്വസിച്ചു, എൻ്റെ വിശ്വാസം ബൈബിളിൽ നിന്നാണ്, എനിക്ക് ബൈബിളിൽ നിന്ന് എൻ്റെ വിശ്വാസം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ രക്ഷയുടെ വിശ്വാസമാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്തതായിരിക്കുന്ന വിശ്വാസം നമ്മെ രക്ഷിക്കുകയില്ല. ക്രിസ്തീയത്തിന്റെ വിശ്വാസമാണെങ്കിലും അങ്ങനെയാണ്. ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത നമ്മുടെ വിശ്വാസങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അതിനൊക്കെ നമുക്ക് തോന്നലുകളെന്നോ അഭിപ്രായങ്ങളെന്നോ ഒക്കെ പറയാം. അങ്ങനെ നമുക്ക് എല്ലാ അഭിപ്രായം ഉണ്ടല്ലോ. ഇന്ന് മഴ പെയ്യുമെന്ന എൻ്റെ അഭിപ്രായം. അതിനെന്താ അഭിപ്രായം? മൃഗം പിടിക്കാൻ ആർക്കാ അവകാശമില്ലാത്ത? മഴ പെയ്താൽ നിങ്ങൾക്ക് പറയാം എൻ്റെ അഭിപ്രായം ശരിയായി, മഴ പെയ്തില്ലെങ്കിൽ പറയാം എൻ്റെ അഭിപ്രായം തെറ്റിപ്പോയി. എന്തേ പറയാൻ നോക്കും. പക്ഷേ 2026 ഫെബ്രുവരി മാസം 6-ാം തീയതി 8 മണിയാകുമ്പോൾ മഴ പെയ്യുമെന്ന് ദൈവത്തിന്റെ ഒരു വാക്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ വിശ്വാസത്തിന് ആധാരമുണ്ട്. അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ മഴ തരാമെന്ന് ബൈബിളിലൊരു വാക്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബൈബിൾ വാക്യമൊന്നുമില്ല മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തരാമെന്ന് ഇല്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു കിട്ടിയെന്നുള്ള കാര്യം ശരിയാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടേക്കാണ് നമ്മൾ ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ നന്മയിലും ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്നത്. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ പേരും മഴ പെയ്യിക്കുന്നവനാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ദുഷ്ടന്മാരാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? മഴ പെയ്യുന്നത്. അത് ദൈവത്തിന്റെ നന്മയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ദൈവം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതിലുള്ള വിശ്വാസമല്ല. ദൈവം നന്മയുള്ളവനായതുകൊണ്ട് ഞാനൊരു നന്മ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയേക്കാനുള്ള വഴിയുണ്ട്. നമ്മുടെ വിശ്വാസം വെച്ച് ഒട്ടുമിക്കവാറും സമയങ്ങളിൽ അങ്ങനെയാണ്. നന്മയുള്ള ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അങ്ങോട്ട് വാരിയെറിയുക. എന്നിട്ട് നമ്മൾ പറയുക കിട്ടും കിട്ടും കിട്ടുമെന്ന് പറയാം. കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. തരാമെന്ന് പറഞ്ഞു വാഗ്ദത്തം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ വാഗ്ദത്തങ്ങളൊന്നും ഇല്ല. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറയും. പ്യുവർ സബ്ജക്റ്റീവ് ഫെയറും പ്യുവർ സബ്ജക്റ്റീവ് ഫെയ്ത്താണ് എന്ന് പറഞ്ഞാൽ ആത്മനിഷ്ഠമായ വിശ്വാസം, വസ്തുനിഷ്ഠമായ വിശ്വാസമല്ല, വെറും ആത്മനിഷ്ഠമായ വിശ്വാസം. അത് ശരിയാകാം, ശരിയാകാതെ ഇരിക്കാം. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ശരിയായ കാഴ്ചപ്പാടുകൾ നവീകരണ ശേഷം വന്നത്. കാരണം കാൽവിൻ മുതലായിരിക്കുന്ന ആളുകള് നമ്മുടെ വിശ്വാസം ദൈവജനത്തിൽ അധിഷ്ഠിതം അല്ലെങ്കിൽ ആ വിശ്വാസം ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല. ശരിയോ തെറ്റോ ആകാം. ദൈവജനത്തിന് വിരുദ്ധമാണെങ്കിൽ അതൊരിക്കലും ശരിയാകില്ല. ദൈവജനം അതേക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ ശരിയോ തെറ്റോ ആകാം. അത് അനേക വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ ഇഷ്ടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു. ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം, അതിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ രക്ഷ വ്യക്തിപരമാക്കുന്നതിനുള്ള പ്രാഥമിക വഴി എന്നുള്ളതിലധികം വിശ്വാസത്തെക്കുറിച്ച് അഗസ്റ്റീനോസിന്റെ കാലം വരെ ആരും ചിന്തിച്ചിരുന്നില്ല. അഗസ്റ്റീനോസിന്റെ എഴുത്തുകളിലാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ കാണുന്നത്. വിശ്വാസം എന്ന വാക്കിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ അഗസ്റ്റീനോസ് നൽകിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ വിശ്വാസം കേവലം ബുദ്ധിപരമായ അംഗീകാരവും മറ്റ് സന്ദർഭങ്ങളിൽ വിശ്വാസം സമർപ്പണവും ആശ്രയവുമായിട്ടാണ് താൻ ഗ്രഹിച്ചിരുന്നത്. നീതീകരണവും വിശ്വാസവും തമ്മിലുള്ള ശരിയായ ബന്ധം അഗസ്റ്റീനോസും ഗ്രഹിച്ചിരുന്നില്ല. വിശ്വാസവും നീതീകരണവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം അഗസ്റ്റീനോസും ഗ്രഹിച്ചിരുന്നില്ല. മറ്റു വേദപണ്ഡിതന്മാരാണെങ്കിലും അവരെല്ലാവരും എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ഗ്രഹിച്ചിരുന്നില്ല. ഈ വെളിപ്പാട് പ്രോഗ്രസീവ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇലുമിനേഷൻ, പ്രകാശനവും പ്രോഗ്രസീവാണ്, പുരോഗമനാത്മകമാണ്. ദൈവം അത്
ഇന്ന് വെളിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നാളെ വെളിപ്പെടുത്തും. നമുക്ക് തന്നെ ആകണമെന്നില്ല. ലൂതറിന് വെളിപ്പെടുത്തി കുറേ കാര്യങ്ങൾ കാൽവിനായിരിക്കും അടുത്ത ഭാഗങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ വേറൊരാൾക്കായിരിക്കും വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പുരോഗമനാത്മകമായ അങ്ങനെയുള്ള വെളിപ്പാടുകൾ ഇന്നും തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വചനത്തിൽ കണ്ടെത്താത്തതായിരിക്കുന്ന പല കാര്യങ്ങൾ ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനം പറയുന്നുണ്ട്, പക്ഷെ അതേക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചില്ല. അത് ചിന്തിക്കാൻ എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പുരോഗമനാത്മകമായ വശത്തിലേക്ക് വരുമ്പോൾ 6ാം ലൈനിലെ ഇഷ്ടിക 5ാം ലൈൻ പണിയുന്നവരെ വെക്കാൻ ഒക്കില്ല. ഒരു കെട്ടിടം പണിയുമ്പോഴേ 1ാം ലൈനിലെ ഇഷ്ടിക വെച്ചു, 2ാം ലൈനിലെ വെച്ചു, 6ാം ലൈനിലെ ഒരു ഇഷ്ടിക എന്ന സമയം പോയതുകൊണ്ട് നമുക്ക് 5ാം ലൈൻ വിട്ടിട്ട് 6ാം ലൈൻ വെക്കാമെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. അത് പണ്ട് MP പറഞ്ഞ പോലെ ഇരിക്കും. ഏതാ MP ട്രെയിനിൽ കയറിയപ്പോ തനിക്ക് അവസാനത്തെ ബോഗിയിലാണ് കിട്ടിയത്. അതെപ്പോഴും സ്റ്റേഷന് വെളിയിലാണ് വരുന്നത്, പ്ലാറ്റ്ഫോമിന് വെളിയിലാണ് വരുന്നത്. അപ്പൊ ചായക്കാരും വരികയില്ല, കാപ്പിക്കാരും വരികയില്ല, ആരും അവിടെ വരികയില്ല. അപ്പോൾ അദ്ദേഹം വളരെ വിഷമിച്ചു. ഇപ്പൊ പാർലമെന്റ് എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി, വേറെയുള്ള കാലത്ത് ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി, ഈ അവസാനത്തെ ബോഗി ട്രെയിനിന്റെ മധ്യഭാഗത്ത് എവിടെയെങ്കിലും ആക്കാനുള്ളൊരു ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ ചിലപ്പോൾ നമ്മൾ ദൈവത്തോടെ ചില ഉപദേശങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അല്ലേ, ഈ ഉപദേശമൊക്കെ 3ാം നൂറ്റാണ്ടിലെ 15ാം നൂറ്റാണ്ടിലെ 14ാം നൂറ്റാണ്ടിലെ ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ 21ാം നൂറ്റാണ്ട് വരെ ഇത് കാത്തിരിക്കുന്ന കാര്യം എന്തായിരുന്നു? ഇവിടെ എങ്ങനെയാണ് അതിന്റെ പ്രോഗ്രസീവ് പുരോഗമനാത്മകമായിരിക്കുന്ന വെളിപ്പാടിന്റെ ഭാഗത്ത് അതിന് മുമ്പ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് പുറത്തേ ഇത് പണിയാനും അപ്പൊ അങ്ങനെയാ സഭയെക്കുറിച്ചുള്ള സത്യമായാലും രക്ഷയെക്കുറിച്ചുള്ള സത്യമായാലും ഓരോ വിഷയങ്ങളിലും പുരോഗമനന്മാർ. അങ്ങനെ ചിലർ പിന്നെ 6ാമത്തെ ലെയർ പണിയുമ്പോൾ അവർ തെറ്റായ ഇഷ്ടികൾ കൊണ്ടാണ് അത് പണിയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ദൈവത്തെ ഇഷ്ടികൾ തന്നെയാണോ അവർ വെക്കുന്നത്, അതോ അവരുടെ ആവേശത്തിൽ വേറെ വല്ലതും കൊണ്ടാണോ പണിയുന്നത്? അതൊക്കെ നമ്മൾ വിവേചിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. അപ്പോ നവീകരണത്തിന്റെ ഈ പുരോഗതിയുടെ കാലഘട്ടത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സംഭവിച്ചിരുന്നു. താത്വികമായ വിശ്വാസവും ഫൈഡസ് ഇൻ ഫോർമിസ് എന്ന് പറയും. താത്വികമായ വിശ്വാസവും സ്നേഹാനുഭവ സംബന്ധമായ വിശ്വാസവും ഫൈഡിസ് ഫോർമാറ്റ എന്ന് ലാറ്റിനിൽ പറയും. ഫൈഡിസ് ഇൻ ഫോർമിസ്, താത്വികമായ വിശ്വാസവും സ്നേഹ സംബന്ധമായ വിശ്വാസവും. അത് തമ്മിലുള്ള വിശ്വാസ ചർച്ചകളൊക്കെ നവീകരണ കാലത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. സ്നേഹാനുഭവ സംബന്ധമായ വിശ്വാസം വ്യക്തിപരമായ യോഗ്യതകളെ ധ്വനിക്കുന്ന വിശ്വാസമാണ്. അത് സ്നേഹത്തിന്റെ പ്രവൃത്തികളോട് കൂടിയ വിശ്വാസമാണ്. തോമസ് അക്വിനാസിന്റെ കാഴ്ചപ്പാട് ഇതിനോട് സമാനമായിരുന്നു. വിശ്വാസവും സ്നേഹവും അദ്ദേഹം പര്യായപദങ്ങളായിട്ടാണ് കണ്ടത്. അവിടെയാണ് വ്യത്യാസം. സ്നേഹവും വിശ്വാസവും പര്യായപദങ്ങളാണ്. സ്നേഹവും വിശ്വാസവും പര്യായപദങ്ങളല്ല, ബന്ധപ്പെട്ട ആശയങ്ങളാണ്, പക്ഷേ പര്യായപദങ്ങൾ അല്ല. അപ്പൊ റോമൻ കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ നീതീകരിക്കുന്ന വിശ്വാസം അറിവിൽ അധിഷ്ഠിതമാണ്. എന്നാൽ നവീകരണ വേദശാസ്ത്രികൾ നീതീകരിക്കുന്ന വിശ്വാസത്തെ അറിവിലല്ല, പ്രത്യുത ഇച്ഛയിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ്. ഇത് വലിയൊരു വിഷയമാണ്. രക്ഷിക്കുന്ന വിശ്വാസം എവിടെയാണ് സെന്റേഡ്? ഇൻ യുവർ നോളജ് ഓർ ഇൻ യുവർ വിൽ? കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണോ വിശ്വാസം വരുന്നത്, അതോ കാര്യങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്? സത്യത്തെ അറിയുന്നത് കൊണ്ടാണോ, കൂടുതൽ അറിയുന്നത് കൊണ്ടാണോ, സത്യത്തെ കൂടുതൽ അംഗീകരിക്കുന്നത് കൊണ്ടാണ്? ഇച്ഛയെന്ന് പറയുന്നത് നമ്മുടെ അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് ഇച്ഛാപരമാണെന്ന് പറയുന്നത്. അതെ, അതുകൊണ്ടാണ് നീ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛയാണ്, അറിവിനെയല്ല. അപ്പൊ നവീകരണ വേദശാസ്ത്രത്തിലേക്ക് വന്നപ്പോ ഈ വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്നു. നവീകരണ വേദശാസ്ത്രികളുടെ ഇടയിൽ വിശ്വാസത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഐക്യമുണ്ടായിരുന്നില്ല. ജോൺ കാൽവിൻ വിശ്വാസത്തെ കണ്ടത് മറ്റ് നവീകരണ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. കാൽവിന്റെ നിർവചനപ്രകാരം വിശ്വാസം എന്നത് യേശുക്രിസ്തു വഴി ദൈവം ദാനമായി വാഗ്ദത്തം ചെയ്ത സത്യങ്ങൾ ഉറപ്പിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടതും മുദ്ര ചെയ്യപ്പെട്ടതുമായ മനുഷ്യനോടുള്ള ദൈവപ്രീതിയെക്കുറിച്ചുള്ള ദൃഢവും നിശ്ചയവുമായ അറിവാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. അതെന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ വിഷമിക്കേണ്ട അതേക്കുറിച്ച്. ജോൺ കാൽവിനൊക്കെ പറഞ്ഞ കാര്യമല്ലേ. ജോൺ കാൽവിൻ പറഞ്ഞ കാര്യം ജോൺ കാൽവിൻ തന്നെ ചിലപ്പോൾ ശരിക്കും മനസ്സിലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെ, കാൽവിൻ ഈ പറയുന്ന കാര്യം കാൽവിൻ തന്നെ അറിയാമായിരുന്നോ എന്ന്. അതെ, ചില സമയങ്ങളിൽ അങ്ങനെയാണ്. പറയുന്ന ആളുകളെക്കാൾ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് വേറെയാണ്.
ചങ്ങമ്പുഴ കവികള് ചങ്ങമ്പുഴ എഴുതിയതായിരിക്കുന്ന ഒരു പാഠം, ഒരു പദ്യം MA പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കായിട്ട് വന്നു. താൻ എഴുതിയതായിരിക്കുന്ന ഒരു ചങ്ങമ്പുഴ കവികൾ എഴുതിയതായിരിക്കുന്ന ഒരു പുസ്തകം, പദ്യപുസ്തകം. അന്ന് ചങ്ങമ്പുഴ MA പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ആ പുസ്തകത്തിലെ ഒരു 4 വരി കൊടുത്തിട്ട് അതിന്റെ വ്യാഖ്യാനം എഴുതാനാ പറയും. അപ്പൊ ചങ്ങമ്പുഴ എഴുതിയ കവിതയുടെ വ്യാഖ്യാനം ചങ്ങമ്പുഴ എഴുതിയെങ്കിലും ചങ്ങമ്പുഴയ്ക്കും അല്ല ഒന്നാം സ്കൂൾ മാർക്ക് കിട്ടിയത്, വേറെ ആക്കാം. അപ്പൊ അത് വിചാരിച്ചുള്ളൂ ചങ്ങമ്പുഴ എന്തുകൊണ്ട് എഴുതിയെന്നും അതിന്റെ പശ്ചാത്തലം എന്താണെന്നും എന്താണ് ഉദ്ദേശിച്ചതെന്നും വേറൊരാൾ പറഞ്ഞു അതിനാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്, ചങ്ങമ്പുഴയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടിയില്ല. അപ്പൊ ചിലപ്പോൾ അങ്ങനെയുണ്ട്, നമ്മൾ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നത് അതെ ആളുകൾ പറയും സാർ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. നമ്മൾ പറയും എടോ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല സാറേ, സാർ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നുള്ള എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പൊ അവരോട് നമ്മൾ എന്താ പറയുന്നത്? ദൈവത്തോടും പറയും ദൈവം നീ അങ്ങനെയല്ല ഉദ്ദേശിച്ചതും പറഞ്ഞെന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്ന്. അത്ര വലിയ വിശ്വാസമാണ് ചില സമയത്ത് നമുക്കുള്ളത്. നമ്മുടെ ഈ വിശ്വാസ കാര്യങ്ങളുള്ളതായിരിക്കുന്ന നമ്മുടെ വളർച്ചയുടെ കുറവാണ്. അതെ. അപ്പോ കാൽവിന് പോലും അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളില് വ്യക്തത ഒരുപക്ഷെ ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. അതെ. ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെയാണോ പറഞ്ഞത് എവിടെയാ പറഞ്ഞതെന്ന് അറിയില്ല, കാൽവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഒരാൾ കാൽവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി വാങ്ങി, വളരെ വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് എന്നോടൊന്ന് പറഞ്ഞു അത് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, മനസ്സിലായില്ലെങ്കിലും വായിച്ചോളാൻ പറഞ്ഞു. 5-6 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ ടണലിൻ്റെ അകത്ത് കയറി, 4 മൈൽ നീളമുള്ള ടണലിൻ്റെ അകത്ത് കയറി ഒരു പ്രകാശവും കാണുന്നില്ല. നീ പ്രകാശമൊന്നും കണ്ട, നീ അങ്ങ് നടന്ന് 3.25 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ നീ ദൂരേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ വെളിച്ചം കാണും. പിന്നെ നടന്നോളാൻ പറയും. ഏകദേശം 1 ഫർലോങ് അടുത്ത് വരുമ്പോൾ ടണലിൻ്റെ അകത്തേക്ക് വെളിച്ചം കാണാം എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ പറഞ്ഞു വായിച്ചോളാൻ പറഞ്ഞു. 5-6 ആവർത്തി വായിച്ചു കഴിയുമ്പോൾ നീ തന്നെ പറയും ഇപ്പം ഞാൻ ചിലതൊക്കെ കാണുന്നെന്ന് പറയും. കാണുന്നില്ല ശരിയാകണമെന്നില്ല, ഇങ്ങനെ ചിലതൊക്കെ കാണാൻ തുടങ്ങും. പിന്നെയും വായിച്ചു വരുമ്പം പറയാം അന്ന് ഞാൻ കണ്ടത് ശരിയാണെന്ന് തോന്നുന്നില്ല, എങ്കിലും അത് കണ്ടതുകൊണ്ടാണ് ഇപ്പം ഞാൻ കാണുന്നത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാ ചില കാര്യങ്ങൾ. അതെ, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ച് അങ്ങനെയല്ലേ. അപ്പച്ചൻ നമ്മൾ തെറ്റ് ചെയ്യുമ്പം പിടിച്ചടിക്കുമ്പോൾ അപ്പച്ചൻ നമ്മുടെ സ്നേഹമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുക? എൻ്റെ അപ്പച്ചനോട് എന്തോ ഒരു സ്നേഹമാണ് എന്നെ ഈ അടിക്കുന്നത്. അപ്പച്ചനെ മുഴുവൻ കാണിച്ച് ചെയ്യുമ്പോഴെന്നൊക്കെ പറഞ്ഞ് ആട്ടിച്ച് പൊട്ടിച്ച് ശരിക്കാക്കുന്നത് നമ്മുടെ സ്നേഹമാണെന്നത്. നമ്മൾ പറയും ഈ മനുഷ്യൻ എന്തോ മനുഷ്യനാണ്, ഒരു സ്നേഹമില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ നമ്മളൊരപ്പനൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? എൻ്റെ അപ്പച്ചൻ എന്നോട് എന്തോ ഒരു സ്നേഹമായത്. കാരണം പിള്ളേരുടെ കൂടെ അടിച്ചു പൊട്ടിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. എന്ത് ബോധ്യമാകുന്നത്? അതെ, 30 വയസ്സുള്ള മകന് അന്നത്തെ കാലത്ത് ഈ ഓലപ്പരയാണ്, ഓല പൊളിച്ചിട്ട് വേണ്ടി. അപ്പൊ ഇവൻ ഈ പെരക്കിപ്പുറത്ത് കയറി നിൽക്കുക. അപ്പോ അപ്പം പറഞ്ഞു എടാ മോനെ തലയിലൊരു തോർത്തിടാന്ന് പറഞ്ഞു. ഭയങ്കര വെയിലാ, അവൻ പെരപ്പുറത്ത് ഇരുന്നുണ്ട്, ഓല അഴിക്കുകയും കെട്ടുകയൊക്കെ ചെയ്യുക. എടാ തോർത്തെടുത്തെന്ന് പറഞ്ഞു. അപ്പൻ്റെ ഒരു കാര്യം, തോർത്തെടുത്തത്. അപ്പൻ അങ്ങോട്ട് പെരക്കാത്തോട്ട് ചെന്ന് അവൻ്റെ 1 വയസ്സുള്ള കൊച്ചിനെ എടുത്ത് വെയിലത്തോട്ട് കൊണ്ടുവന്നു. ഉടനെ പറഞ്ഞു അപ്പൊ കൊച്ചിനെ കൊണ്ട് അകത്ത് പോകാൻ പറഞ്ഞു. അതെന്താണ്? അത് വെയിൽ കൊള്ളുമെന്ന് പറഞ്ഞു. എടാ നിനക്ക് നിന്റെ കൊച്ച് ഇനി വെയിൽ കൊള്ളുമ്പോൾ ഉള്ള ഫീലിംഗ് ആണ് എനിക്ക് എൻ്റെ കൊച്ചിന് വെയിൽ കൊള്ളുമ്പോഴുള്ള ഫീലിംഗ്. അപ്പൊ അവനത് മനസ്സിലായത് എപ്പോഴാന്ന് ചോദിച്ചാൽ അവൻ്റെ കൊച്ചിന് വെയിൽ കൊള്ളുമ്പോഴായി എന്ന് പറഞ്ഞ പോലെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തിയോളജി ഒക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ചില കാര്യങ്ങളൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാകും. ചില കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ ഭ്രാന്തന്മാരാകും. അല്ലേ? ആരാ പൗലോസിനോട് പറഞ്ഞത്? വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിദ്യാബഹുത്വത്താൽ, അങ്ങനെ വിദ്യാബഹുത്വത്തെ ഭ്രാന്ത് പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതെ, പക്ഷെ അവർക്ക് ഭ്രാന്താണെന്ന് അറിയാൻ പ്രാപ്തിയുള്ള ഭ്രാന്തന്മാർ വളരെ കുറവാണ്. കാരണം അവനൊക്കെ വിദ്യാഭ്യാസമുള്ളവർക്കല്ലേ ഇത് മനസ്സിലാക്കാതെ, അവർക്ക് മനസ്സിലാക്കാതെ. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശ്വാസത്തെക്കുറിച്ചാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറേ പഠിക്കണം. അർമീനിയൻ ചിന്താഗതിയിൽ വിശ്വാസം വ്യക്തിപരമായ ഒരു സൽക്കർമ്മമാണ്. മെറിറ്റോറിയസ് വർക്ക് എന്നാണ് അവർ വിശ്വാസത്തെ വിളിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപയെ നിരാകരിക്കുന്നവർക്ക്
വിശ്വാസം വ്യക്തിപ്രഭാവമുള്ള ഒരു സൽക്കർമ്മമായിട്ടേ ഗണിക്കുവാൻ കഴിയും. പൊതുവായ കൃപയെ ഉപയോഗിക്കുവാനുള്ള വ്യക്തിപരമായ കഴിവും തീരുമാനവും മനസ്സും വിശ്വാസത്തിന് കാരണമായിട്ടാണ് അർമീനിയൻ ചിന്താഗതി ഇരിക്കുന്നത്. അപ്പോൾ അവർ വിശ്വാസത്തെ കാണുന്നത് എത്ര വ്യത്യസ്തമായിട്ടാണ്, വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഒരു സൽക്കർമ്മമായിട്ടാണ്. ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നൊരു സൽക്കർമ്മമാണ്. എന്നാൽ വിശ്വാസം ഒരു കർമ്മമാണെന്നുള്ളത് നമുക്കറിയാം. കാരണം കർത്താവിൻ്റെ അടുക്ക് വന്ന് കുറെ ആളുകൾ ചോദിച്ചല്ലോ, ദൈവത്തെ പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? ദൈവപിതാവ് അയച്ച പുത്രൻ വിശ്വസിക്കുന്നതാകുന്നു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്നാ പറയുന്നത്. വിശ്വാസമാകുന്നു പ്രവൃത്തി. സ്നേഹം ഒരു നിയമമാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം പരീക്ഷന്മാർ വന്ന് കർത്താവിൻ്റെ ചോദിച്ചു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ നിയമം എന്താണ്? കർത്താവിൻ്റെ ഉത്തരം പറഞ്ഞത് സ്നേഹമാകുന്നു ഏറ്റവും വലിയ നിയമം. ആ നിയമത്തിന് 2 ഭാഗമുണ്ട്: ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും. അപ്പൊ സ്നേഹം എന്ന് പറയുന്ന ഒരു ലോ ആണ്, നിയമമാണ്. നമ്മളെല്ലാം സ്നേഹത്തെ കാണുന്നത് എങ്ങനെയാ? ഒരു വികാരമായിട്ടല്ലേ? വികാരമായിട്ടാണ്. ചില ഭാര്യമാരെ ഭർത്താക്കന്മാരോട്, ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറിച്ചും പറയും സ്നേഹിക്കുന്നില്ലെന്ന് പറയും. സ്നേഹിക്കുന്നില്ല. കൗൺസിലിംഗ് നടത്തുമ്പോൾ ചില ഭർത്താക്കന്മാർ പറയാറുണ്ട്, എൻ്റെ ബ്രദറെ, ഞാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്താലും എന്തൊക്കെ പറഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഭാര്യമാരെ കൊണ്ട് ഭർത്താക്കന്മാരെ സ്നേഹിപ്പിക്കണമെന്ന് കൽപ്പനയില്ല. തിരിച്ചാണല്ലോ കൽപ്പന, അല്ലേ? അങ്ങനെയല്ലേ കൽപ്പന? ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പിക്കുന്നല്ലേ? ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിപ്പിക്കുന്നത് കൽപ്പനയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്നേഹിച്ചില്ലെങ്കിൽ നിനക്ക് പരാതി പറയാൻ അനുവാദമില്ല. നീ സ്നേഹിച്ചില്ലേ പരാതി പറയാം. പിന്നെ ഭാര്യമാർ, മുതിർന്ന സ്ത്രീകൾ ചെറുപ്പക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും ആകുവാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീ നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുവാൻ അവളെ പഠിപ്പിക്കണം. അതിനെ സഭയിലെ മുതിർന്ന സ്ത്രീകളെ നീ ശമ്പളം കൊടുത്താക്കണം. ചേച്ചി, എൻ്റെ ഭാര്യയെ വന്ന് എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് പഠിപ്പിക്കണം. അങ്ങനെ ചേച്ചി പഠിപ്പിച്ച ഞാൻ ചേച്ചിക്ക് ഒരു സാരി വാങ്ങിച്ചാൽ ചേച്ചിക്ക് ഒരു മോട്ടിവേഷൻ വേണ്ടേ? അപ്പൊ അത് നീ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. പിന്നെ നീ എന്റെ പരാതി പറയുന്നത്? സ്നേഹിക്കാൻ കൽപ്പന നിനക്കാവുള്ളത്, അവൾക്കില്ല. പിന്നെ അവളോട് പറഞ്ഞിരിക്കുന്നത് പഠിക്കണമെന്നാ. പഠിക്കാനുള്ള ക്രമീകരണം സഭ ചെയ്യണമെന്നാ പറഞ്ഞത്. മുതിർന്ന സ്ത്രീകളെ ചെറുപ്പക്കാരികളെ പഠിപ്പിക്കണമെന്ന്. അതിന് സഭ ഒരു ക്രമീകരണം ചെയ്തുമില്ല. അപ്പൊ നീ പിന്നെ അതിന്റെ ഭാര്യ ഇങ്ങനെ കുറ്റം പറയുന്നത്? സത്യം അതാണ്. ഭാര്യമാർക്ക് സ്നേഹിക്കാൻ അറിയില്ല, കാരണം അവരെ പഠിപ്പിക്കണം. സ്നേഹിക്കാൻ അറിയാവുന്ന ഭാര്യമാർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അവരോട് ദൈവം കൽപ്പിക്കാഞ്ഞതിന് കാരണം അത് പഠിക്കേണ്ട ഒരു കലയാണ്. നാച്ചുറലി ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കലയല്ല. പക്ഷെ അത് പ്രതികരണ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഭർത്താവ് ഭാര്യ നോക്കി ചിരിച്ചു കാണിക്കും, എന്നെ ഇല്ല കൊഞ്ഞാൻ കുത്തുന്നു അല്ലേ? പോയില്ലേ? പണ്ടൊരു ഭർത്താവ് രാവിലെ ആഹാര സമയത്ത് കിട്ടാഞ്ഞിട്ട് കോപിച്ചൊക്കെയാ പോയത്. ചായ വലിച്ചെറിഞ്ഞിട്ടൊക്കെയാ പോയത്. എങ്കിലും അയാൾ ഓഫീസിൽ ഇരുന്നിട്ടൊക്കെ യാതൊരു സമാധാനവും ഇല്ല. കാരണം ചായ എടുത്തെറിഞ്ഞിട്ടൊക്കെയല്ലേ പോയത്. ഭാര്യയാണെങ്കിൽ പകൽ മുഴുവനും അമ്മാരട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റില്ല നിൽക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഭർത്താവിന് കുറ്റബോധം ഉണ്ടായിട്ട് ഭാര്യയ്ക്ക് റോസപ്പൂ ഇഷ്ടമാണെന്ന് കണ്ടിട്ട് ഒരു 10 റോസപ്പൂവും വാങ്ങിച്ചിട്ട്, ലഡ്ഡു ഇഷ്ടമാണെന്ന് കണ്ടിട്ട് ഒരു ഡ്രസ്സ് ലഡ്ഡു വാങ്ങിച്ചു കൊണ്ട് വീട്ടിലേക്ക് വന്നത്. അരമണിക്കൂർ നേരത്തെ വന്നു, പതിവ് കൂടുതൽ വന്ന് ബെല്ലടിച്ചപ്പോഴേ പറഞ്ഞ് ഷാജി നേരത്തെ തന്നെ കയറി വന്നെന്ന് തോന്നുന്നു. വാതിൽ തുറക്കുകയും പൂവും അങ്ങോട്ട് കൊടുത്ത് ലഡ്ഡുവും കൊടുത്തു. ഉടനെ അവർ നെഞ്ചത്ത് കടി, എന്റെ കർത്താവേ, രാവിലെ എന്നെ ഉപദ്രവിച്ചു പോയിട്ടുണ്ടായാലും കുടിച്ചു കയറി വന്നിരിക്കുന്നു വെളിവില്ലാതെ. കാരണം ഇതുവരെ ഒരു ദിവസവും ലഡ്ഡു വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല, പൂവും വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല. രാവിലെ ചീത്ത പറഞ്ഞേച്ച് പോയതായിരിക്കുന്നു ഭർത്താവ്. വൈകിട്ട് പൂവും ലഡ്ഡു കൂടെ വന്നപ്പോ ഇയാളൊന്ന് കുടിച്ചേച്ച വന്നത് ഭാര്യ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഭാര്യമാര് കൗൺസിലിംഗ് കൊടുത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞതാ. പ്രായമുള്ള സ്ത്രീകളെ, എടി വെളുക്ക് പറഞ്ഞേച്ച് പോയി വൈകിട്ട് വല്ലതും വരുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് അവരെ പാപബോധവും കുറ്റബോധവും ഉണ്ടായിട്ട് സോറി പറയുക. നീ അത് സന്തോഷത്തോടെ വാങ്ങിയിട്ട് എന്റെ ഭർത്താവിനെ പോലും നല്ല ഭർത്താവ് എന്ന് പറയണം. അല്ല നീ ഭ്രാന്ത് പിടിച്ചു വന്നിരിക്കുക, കണ്ണു കുടിച്ചു വന്നിരിക്കുക എന്നൊക്കെ നീ പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതം ശരിയാവില്ല. അങ്ങനെയാ. അതുപോലെ ദൈവത്തോടുള്ളതായിരിക്കുന്ന നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും അത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിലേ വെക്കൂ. ദൈവത്തെ സ്നേഹിക്കാനൊക്കെ അറിയാവുന്ന വിശ്വാസികൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. പലരും വിചാരിക്കുന്ന ഞായറാഴ്ച വന്നിട്ട് ഈ സങ്കീർത്തനം വായിച്ചിട്ട് ദൈവമേ നീ സർവശക്തനാകുന്നു, സർവജ്ഞാനിയാകുന്നു, നല്ലവനാകുന്നു, നീയോട് സ്തോത്രം, കഴിഞ്ഞ ആഴ്ച മഴ തന്നതിന് സ്തോത്രം, വെയിൽ തന്നതിന് സ്തോത്രം, നമ്മുടെ സ്നേഹം അങ്ങ് കാണിച്ചെന്ന ദൈവം അവിടെ നിന്ന് പറയാം, എന്താണ് മഴ കിട്ടിയാലും വെയിൽ കിട്ടിയാലും അവന്റെ ഒരു ആരാധന അല്ലേ എന്നേ പറയും. അങ്ങനെയൊന്നും അല്ല ദൈവത്തെ ആരാധിക്കുന്നത്, അങ്ങനെയൊന്നും അല്ല. അത് പോട്ടെ.
അപ്പോൾ ആധുനിക ദൈവശാസ്ത്രത്തിൽ രക്ഷാകരമായ വിശ്വാസം എന്നൊരാശയം അസ്വീകാര്യമാണ്. ഇന്നത്തെ മോഡേൺ തിയോളജി, നമ്മുടെ തിയോളജിയെ കുറിച്ചല്ല പറയുന്നത്, മോഡേൺ തിയോളജി, ലിബറൽ തിയോളജിയിലെ രക്ഷാകരമായ ദൈവവിശ്വാസം എന്നൊരാശയം അവർക്ക് അസ്വീകാര്യമാണ്. വിശ്വാസം എന്നത് ക്രിസ്തു വഴി വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭൂതി മാത്രമാണെന്നാണ് ആധുനിക ദൈവശാസ്ത്രജ്ഞനെ പറയുന്നത്. ഒരു അനുഭൂതിയാണ്, ഒരു അനുഭൂതിയില്ലേ. അതെ, അങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ ആകുമ്പോൾ ഇവിടെ ഇക്കിളി ഇട്ട് അവർ ചിരിക്കും. അതുപോലെ ഒരു അക്കിളിയാണ് നമുക്ക് ഈ ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഒരു തോന്നൽ, ഒരു 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 വണ്ടർഫുൾ ഫീലിംഗ് എന്നൊക്കെ പറയുന്നത് പല വിശ്വാസികൾക്കും അങ്ങനെയാണ്. അവര് അങ്ങനെ അപ്പൊ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രദർ, ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് എനിക്ക് ഉണ്ടായതായിരിക്കുന്ന ആ ഒരു സന്തോഷമൊന്നും ഇപ്പൊ തോന്നുന്നില്ല. അപ്പൊ അന്ന് കിട്ടിയ രക്ഷ നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായി. അത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അതങ്ങ് നഷ്ടമായി. അതെങ്ങനെ? അതെ, വീട്ടിൽ വന്ന് ഞാൻ ഒരു കാര്യമായിട്ട് പറഞ്ഞു രക്ഷിക്കപ്പെട്ടെന്ന്. അപ്പനോട് എഴുതി വന്ന് എന്ത് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു, ഇവിടെ ഞങ്ങളാ രക്ഷിക്കപ്പെട്ട് കിടക്കുക എന്നും പറഞ്ഞു എനിക്കൊരു 4-5 വർത്തമാനം അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ രക്ഷിക്കപ്പെട്ടതുമില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസമാണെങ്കിൽ ശരിയാവില്ല. അങ്ങനെയുള്ളതാണ് നമ്മൾ വിശ്വാസം നോക്കുക. അതാണ് ഈ അനുഭൂതി എന്നൊക്കെ പറയുന്നത്. ആ അനുഭൂതിയൊന്നും നിലനിൽക്കുന്ന അനുഭൂതികളല്ല. അതെ, ആധുനിക ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് എന്ന് പറഞ്ഞാൽ സ്ലെയർമാക്കർ എന്ന് പറയുന്ന ഒരാളാണ്. സ്ലെയർമാക്കർ നമ്മുടെ ആത്മീയ ആവശ്യങ്ങളുടെ നിവൃത്തിക്കായി ക്രിസ്തു വഴി ലഭ്യമാകുന്ന അനുഭൂതിയാണ് വിശ്വാസമെന്ന് അദ്ദേഹം പറയും. നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മൂലം ലഭ്യമാകുന്ന ആരംഭ അനുഭൂതിയാണ് നമ്മൾ പറയുന്നതായിരിക്കുന്ന ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. അതിക്കുള്ളെന്ന് പറഞ്ഞ വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അത് യാതൊരു പ്രസക്തിയില്ലെന്നാണ്, യാതൊരു പ്രസക്തി. അപ്പൊ നമ്മൾ ഇന്ന് സുവിശേഷമൊക്കെ പറയാനായിട്ട് പോകുമ്പോൾ ആളുകളോട് നമ്മൾ സുവിശേഷമൊക്കെ പറയും, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്ന് പറയും. എന്ത് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവരെന്തോ മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ ഞായറാഴ്ച സുവിശേഷം പറയാൻ പോയില്ലേ, എനിക്ക് വലിയ സന്തോഷമുണ്ടായി, 10-20 പേര് പോയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ നമ്മൾ അവരുടെ ഇപ്പോൾ പറയും, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിനക്ക് നീ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിനക്ക് നീ രക്ഷിക്കപ്പെടും എന്ന് പറയും. പാവം, നീ രക്ഷിക്കപ്പെടും, അതെന്തോ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അവർ ഈ സ്ലെയർമാക്കറിന്റെ ആശയങ്ങളൊക്കെ കേട്ട് വളർന്നു വന്നവരായിരിക്കും. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അവരോടെ പറയും, സ്ലെയർമാക്കർ പറഞ്ഞ അനുഭൂതിയെ കുറിച്ചൊക്കെ ഇവർ പറയും, എടൂ അതൊക്കെ ഞങ്ങൾക്ക് പണ്ടേ കിട്ടിയതാണ്, അത് കിട്ടുകയും നഷ്ടപ്പെടുകയും ചെയ്തത്. അപ്പൊ ആളുകളോട് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ആശയവിനിമയം ചെയ്യേണ്ടത് ആവശ്യമാണ്. വിശ്വാസവും വീണ്ടും ജനനവും തമ്മിലുള്ള കാര്യകാരണ ബന്ധം വളരെയധികം സംവാദത്തിന് ഇടയായിട്ടുള്ള ഒന്നാണ്. വിശ്വാസം വീണ്ടും ജനനത്തിന്റെ ഫലമാണോ അതോ വീണ്ടും ജനനം വിശ്വാസം മൂലമാണോ എന്നതാണ് സംവാദം. ഇന്നുമുള്ള സംവാദമാണ്. മനസ്സിലായോ? വിശ്വാസം വീണ്ടും ജനനത്തിന്റെ ഫലമാണോ, വീണ്ടും ജനിക്കുന്നതിന്റെ ഫലമാണോ വിശ്വാസം, അതോ വീണ്ടും ജനനം വിശ്വാസം മൂലമാണോ എന്നതാണ് സംവാദം. നവീകരണ ഉപദേശത്തിന്റെ ഭൂരിഭാഗം വക്താക്കളും വിശ്വാസം വീണ്ടും ജനനത്തിന്റെ ഫലമാണെന്ന ആശയത്തെ സ്വീകരിക്കുന്നവരാണ്. വിശ്വാസം വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് വീണ്ടും ജനനമാണ്, പിന്നെയാണ് വിശ്വാസം. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് അങ്ങനെയല്ല, വിശ്വാസത്തിന്റെ ഫലമാണ് വീണ്ടും ജനനം, വിശ്വസിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോ സുവിശേഷ വിഹിതരായ ബഹുഭൂരിപക്ഷം വേദശാസ്ത്രികളും വീണ്ടും ജനനം വിശ്വാസത്താലാണെന്ന് ആണ് വിശ്വസിക്കുന്നത്. നമ്മളെല്ലാം അങ്ങനെ പറയുന്നത്, വീണ്ടും ജനനം വിശ്വാസത്താലാണെന്നാണ് പറയുന്നത്. പക്ഷെ ജോൺ കാൽവിനോടും അതുപോലെയുള്ളതായിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറയും അങ്ങനെയല്ല. അവർ പറയുന്ന ഒരു അനാലജി ഉണ്ട്. മരിച്ചു കിടക്കുന്നതായിരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് പാപിയായ ഒരു മനുഷ്യൻ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുകയാണ്. ഈ മരിച്ചു കിടക്കുന്നതായിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ക്രൂശിക്കപ്പെട്ടതായിരിക്കുന്ന ക്രിസ്തുവിനെ വരച്ച് കാണിച്ചാൽ അവന് കാണുവാൻ കഴിയും? ഇല്ല. അപ്പൊ ആദ്യം അവൻ എന്തു ആവശ്യം? അവന് ജീവൻ കൊടുക്കുക. അതാണ് കാൽവിനിസ്റ്റുകൾ പറയുന്നത്. പാപത്തിലും അതിക്രമങ്ങളിലും മരിച്ചു കിടക്കുന്ന ആളിന് ആദ്യം ആവശ്യം അവന് ജീവൻ കിട്ടുക. അവന് ജീവൻ കിട്ടിയ ശേഷം അവന് ക്രിസ്തുവിനെ കാണിക്കണം. അപ്പൊ എന്റെ പാപത്തിന് വേണ്ടിയാണോ ക്രിസ്തു മരിച്ചത്? അത് കണ്ടു കഴിയുമ്പോഴാണ് പിന്നെ അവൻ വിശ്വസിക്കുന്നത്. അത് യുക്തിപരമായിട്ട് അങ്ങനെയാണെങ്കിലും ദൈവവചനം പറയുന്നത് എന്താ? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ രക്ഷ പ്രാപിക്കുമെന്നല്ലേ? കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കും. അപ്പൊ അവർ പറയുന്നത് ഇതാണ്,
യുക്തിപരമായ ലോജിക്കലി കാൽവിൻ പറഞ്ഞതാണ് ശരിയെങ്കിലും ബിബ്ലിക്കലി നമ്മൾ പറയുന്നതാണ് ശരി. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ലോജിക്കലി ശരിയാണെങ്കിലും ബിബ്ലിക്കലി ശരിയാകണമെന്നില്ല. അല്ല, ബിബ്ലിക്കലി ശരിയായ കാര്യങ്ങളെല്ലാം ലോജിക്കലി ശരിയായിരിക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഒരു കാര്യം ലോജിക്കലി ശരിയല്ലെങ്കിൽ അത് ശരിയല്ല. പക്ഷേ ലോജിക്കലി ശരിയായ എല്ലാ കാര്യങ്ങളും ബിബ്ലിക്കലി ശരിയാകണമെന്ന് നിർബന്ധം. അപ്പൊ ഇങ്ങനെയുള്ള സംവാദങ്ങളൊക്കെ ഒരുപാട് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. വിശ്വാസത്താലാണ് രക്ഷ എന്ന് വിശ്വസിക്കുവാനുള്ള കാരണം തിരുവഴുത്തിലെ വ്യക്തമായ പ്രയോഗങ്ങൾ അങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കയാൽ വിശ്വസിച്ചിരിക്കുന്നു എന്നൊരാശയം ബൈബിളിൽ എവിടത്തെ പോലും ഇല്ലെന്നാ പറയുന്നത്. രക്ഷിക്കപ്പെട്ടിരിക്കയാൽ വിശ്വസിക്കുന്നു, അങ്ങനെ ആശയമില്ല. വിശ്വസിക്കാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആശയമുണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ യുക്തിയല്ല നമ്മുടെ വിശ്വാസത്തിന് ആധാരം, ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ നവീകരണ വേദശാസ്ത്രികൾ ചെയ്തതായിരിക്കുന്നവർക്ക് പറ്റിയൊരു കുറ്റമെന്ന് പറഞ്ഞാൽ, അവര് ഈ നവീകരണത്തിന് റെനൈസാൻസ് എന്താ പറയുന്നത്, റെനൈസാൻസ് നവോത്ഥാനം, നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. അന്ധകാര യുഗത്തിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് യാതൊരു പ്രാധാന്യം കൊടുത്തില്ല, സഭയുടെ അധികാരത്തിന് മാത്രമേ പ്രാധാന്യം കൊടുത്തുള്ളൂ. സഭ പറയുന്നത് വിശ്വസിച്ചാൽ മതി, നിങ്ങൾ വേറൊന്നും ചിന്തിക്കുകയും വേണ്ട, ചോദ്യം ചെയ്യുകയും വേണ്ട എന്ന് പറഞ്ഞു. നവോത്ഥാനത്തിന്റെ കാലത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ല, മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും വേറെ പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ മൂലഭാഷകൾ, അത് ക്ലാസിക്കൽ ലാംഗ്വേജ്, ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഭാഷകൾ എഴുതിയതായിരിക്കുന്ന പുസ്തകങ്ങൾ ധാരാളം വായിക്കുവാനും തുടങ്ങി. അതിന്റെ ഫലമായിട്ടാണ് നവീകരണം ഉണ്ടായത്. ഇറാസ്മസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആള് നവോത്ഥാനത്തിന്റെ ലാസ്റ്റ് മനുഷ്യനാണ്. അദ്ദേഹം ഉണ്ടാക്കിയതായിരിക്കുന്ന ഗ്രീക്ക് ടെക്സ്റ്റ്, ഇറാസ്മസ് ടെക്സ്റ്റ് ആണ് മാർട്ടിൻ ലൂതർ ഉപയോഗിച്ച് റോമാലേഖനം പഠിച്ച് വിശ്വാസത്താലും രക്ഷ എന്നുള്ള സത്യം കണ്ടെത്തിയത്. അങ്ങനെ നവോത്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ബൈബിൾ നമുക്ക് കിട്ടുകയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അതൊക്കെ ചരിത്രം വായിക്കുമ്പോൾ കയറി ഇറങ്ങിയൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കാണ് ചെയ്യുന്നത്. എന്നാൽ യുക്തി കൊണ്ട് നമുക്ക് വേദശാസ്ത്രം സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല, വചനം കൊണ്ടേ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്, വിശ്വാസം ദൈവം ദാനമായി തരുന്നു, അത് വേറൊരു വിഷയമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് വിശ്വാസം ലഭിക്കുന്നത്, അതോ വിശ്വാസം കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ വിശ്വാസം കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. അതാണ് ബൈബിളിന്റെ ടീച്ചിങ്. അപ്പൊ അത് തന്നെ നമ്മൾ പറയും. എന്നാൽ അതേസമയം തന്നെ ഈ വിശ്വാസം നമുക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യം വേറൊരു ചോദ്യമാണ്. അത് നവീകരണത്തിലെ അർമേനിയൻസും കാൽവിനിയൻസും തമ്മിൽ വലിയ ബഹളം ഉണ്ടായിട്ടുള്ള വിഷയമാണ്. വിശ്വാസം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അർമേനിയൻസ് പറയും വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടും ചിന്തിച്ചാലോചിച്ച് നമുക്ക് വിശ്വാസം ലഭിക്കുന്നത്. കാൽവിനിസ്റ്റ് പറയും നമുക്ക് ഒരിക്കലും അങ്ങനെ ലഭിക്കില്ല. അങ്ങനെ ലഭിക്കുന്ന വിശ്വാസത്തിന് നമുക്ക് രക്ഷിക്കാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം തരുന്ന വിശ്വാസത്തിന് മാത്രം ലഭിക്കൂ. കാരണം രക്ഷ എന്ന് പറയുന്നത് A to Z ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇറ്റ്സ് എ ഹോളിസ്റ്റിക് വർക്ക് ഓഫ് ഗോഡ് എന്നാണ് രക്ഷ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹോളിസ്റ്റിക് വർക്ക് ഓഫ് ഗോഡ്, ഇറ്റ്സ് എ കംപ്ലീറ്റ് വർക്ക് ഓഫ് ഗോഡ്. അതിന്റെ A to Z മുഴുവനും ദൈവമാണ് ഇത് ചെയ്യുന്നത്. മറ്റവർ പറയും അങ്ങനെയല്ല, അത് ദൈവത്തിനൊരു ഭാഗവും നമുക്കൊരു ഭാഗമുണ്ട്. സിനർജിക് വർക്ക് എന്നാണ് അർമീനിയൻസ് പറയുന്നത്. ഇറ്റ്സ് എ സിനർജിക് വർക്ക്. ദൈവവും മനുഷ്യൻ കൂടി ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രക്ഷ. ഞാൻ പാതി നീ പാതി. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കൊന്നു, ബാക്കിയൊക്കെ നമുക്ക് വിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കണം, വേണ്ട വിശ്വസിക്കാൻ. അപ്പോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെയാണ് ഈ രക്ഷയുടെ സംവാദം എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ ആവശ്യമായ വിശ്വാസം എനിക്ക് ആര് തരുന്നു, എവിടെ നിന്ന് തരുന്നു, എങ്ങനെ കിട്ടുന്നു? നമ്മളിതൊന്നും വിശ്വസിക്കുകയില്ല. പണ്ടാൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരോട് എന്താ പറയും? ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും നിങ്ങൾ പ്രതികരണം? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടുകയില്ല. അതല്ലേ ഒരു പ്രതികരണം, സാധ്യമായ ഒരു പ്രതികരണം. നിങ്ങൾക്ക് ആത്മാർത്ഥമായ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? എപ്പം വിശ്വസിക്കാൻ കഴിയും അപ്പോഴേ നിങ്ങൾ രക്ഷിക്കപ്പെടുത്തുള്ളൂ. ഞങ്ങൾ പോട്ടെ. അപ്പൊ അവരെന്ത് പറയും? രക്ഷയുടെ സുവിശേഷം എല്ലാം പറഞ്ഞു, പക്ഷേ അതെങ്ങനെയാ കിട്ടുന്നത്, ലഭ്യമാകുന്നത് അവരുണ്ടോ? പറഞ്ഞില്ല. വിശ്വാസത്തിലാണെന്ന് പറഞ്ഞു. വിശ്വാസം എങ്ങനെ കിട്ടുന്നത് ഞാൻ ചോദിച്ചിട്ട് അവർക്ക് ഒരു ഉത്തരം ഇല്ല. വേറെ ഒരു കൂട്ടർ പറയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്, കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം കരുണയുള്ളവനാണ്. ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ വിശ്വാസം തന്നിരിക്കും. അപ്പൊ കർത്താവ് ഈ മനുഷ്യന് രക്ഷിക്കപ്പെടുമെന്ന് ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുമില്ല, അതുകൊണ്ട് വിശ്വസിക്കാനുള്ള കൃപ കർത്താവ് നീ അവന് കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കരുതോ? പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയാം
നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കുന്ന ഒരു ആഗ്രഹം വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ പ്രായോഗികമായിരിക്കുന്ന വലിയ വലിയ വിഷയങ്ങളാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് കിടക്കുന്നത്. അതെ, വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേറെ ചിലർ പറയും വിശ്വസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, ദൈവം തരുന്നതാ, ദൈവം ദാനമായി തരുന്നതാ, നിങ്ങൾക്ക് ദൈവത്തോട് എനിക്ക് ദാനമായി തരണമെന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവം മുന്നമേ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾക്ക് ദൈവം അത് കൊടുക്കാറുള്ളൂ. നിങ്ങൾ തിരഞ്ഞെടുത്തവരാണ്, നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടുകയില്ല. അങ്ങനെ പറഞ്ഞാൽ സൂചന ശരിയാവോ? അങ്ങനെ പറഞ്ഞാൽ ഉപദേശം ശരിയാകും, പക്ഷെ ഉപദേശം സൂചന ശരിയാവില്ല. അപ്പോൾ ദൈവത്തിന്റെ ദാനമാണ്, ദൈവം തരുന്നതാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം കൊടുക്കും വിശ്വാസം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ സുവിശേഷം അങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങുമ്പോഴേ ഇതിന്റെ ഈ നൂലാമാലകളിലേക്ക് ഒന്നും നമ്മൾ പോകില്ല. നമ്മൾ വളരെ ക്ലിയറും സിമ്പിളുമായിട്ട് നീ കർത്താവ് വിശ്വസിച്ച് നിനക്ക് ഉടനെ രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്. എങ്ങനെ വിശ്വസിക്കുന്നത് പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഒരുപാട് കാലം രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം വിശ്വസിക്കാന്ന് പറഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചിട്ട് വിശ്വസിക്കാൻ കഴിയുന്നുമില്ല. എന്നാൽ ഇവന്മാരാരെങ്കിലും വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് പോകട്ടെ. അപ്പൊ ചില ആളുകൾക്കുള്ള സത്യസന്ധമായിരിക്കുന്ന പ്രോബ്ലമായി ഇതൊക്കെ കൂടെ കൈകാര്യം ചെയ്യാനായിട്ട് വേണം നമ്മൾ കഴിഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പൊ അർമീനിയൻകാരും കാൽവിനിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. റോമൻ കത്തോലിക്ക് അതൊക്കെ വിഷയമേ അല്ല. റോമൻ കത്തോലിക്ക് എന്താ പറയുന്നത് അറിയാമോ? നിന്റെ വ്യക്തിപരമായ വിശ്വാസം എന്ന് പറയുന്നതിന് പ്രസക്തിയേ ഇല്ല. സഭ എന്ത് വിശ്വസിക്കുന്നു എന്ന് നീ അംഗീകരിച്ചാൽ മതി. നിന്റെ വിശ്വാസമല്ല, സഭയുടെ വിശ്വാസമാണ് രക്ഷിക്കുന്നത്. സഭയുടെ വിശ്വാസം അതാണ് രക്ഷിക്കുന്നത്. അപ്പോൾ സഭ പറയുന്നതെല്ലാം ശരിയാണെന്ന് നീ അങ്ങ് സമ്മതിച്ചാൽ നിനക്ക് വിശ്വാസമുണ്ട്. അതെ, അങ്ങനെയാണ് റോമൻ കത്തോലിക്കര് നല്ല ആളുകളെല്ലാം ജീവിക്കുന്നത്. സഭ എന്ത് പറയുന്നത്? ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്നോടൊക്കെ ഒരാൾ പറഞ്ഞില്ലേ, എൻ്റെ മോനെ നീ എത്ര കാണിച്ചാലും, എടാ സ്വർഗത്തിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് വചനം എടുത്ത് കാണിച്ചാലും ഞാൻ വിശ്വസിക്കുകയില്ല, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെ എന്നോട് പറഞ്ഞു. ഞങ്ങളുടെ അച്ഛൻ പറയണം. കാരണം അവരുടെ വിശ്വാസം ആരാന്ന് ചോദിച്ചാൽ സഭയിലാണ് അവരുടെ വിശ്വാസം. സഭയെന്ന് പറഞ്ഞാൽ ആരാണ്? പുരോഹിതനാണ് സഭയെന്ന് പറയുന്നത്. സഭയെന്ന് പറയുന്നത് പുരോഹിതൻ, ബിഷപ്പാണ് ശരിക്കും സഭയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബിഷപ്പുമാർക്ക് തലയിൽ ഈ തുണി ഇട്ടിരിക്കുന്നത്. കാരണം സഭ സ്ത്രീയാണ്, മണവാട്ടിയാണ്. അപ്പൊ മണവാട്ടിയുടെ തല എപ്പോഴും മൂടിയിരിക്കണം. അതുകൊണ്ട് എല്ലാ ബിഷപ്പുമാരുടെയും തലയിൽ എന്തുണ്ട്? തുണിയുണ്ട്, തൊപ്പിയോ തുണിയോ. നമ്മൾ വിചാരിക്കും ഒരു ഭംഗിക്ക് വേണ്ടി വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അങ്ങനല്ല, അവർക്ക് അവരുടെ തിയോളജിയൊക്കെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ തിയോളജിയൊക്കെ അവർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരതൊക്കെ ചെയ്യുന്നത്. അതെ. അപ്പോ ബിഷപ്പ് പോപ്പ് എന്ന് പറയുന്ന ഒരു ബിഷപ്പാ. പോപ്പ് ഒരു ബിഷപ്പാ, മൂത്ത ബിഷപ്പാന്നേ ഉള്ളൂ. പോപ്പ് ഒരു ബിഷപ്പാ. അപ്പോ ബിഷപ്പന്മാരാണ് സഭയെന്ന് പറയുന്നത്. അവരുടെ വിശ്വാസമാണ് രക്ഷയ്ക്കുള്ള വിശ്വാസം, വ്യക്തിപരമായ വിശ്വാസമല്ല. ഇവിടെയാണ് ലൂതറുമായിട്ട് പിണങ്ങിയെന്ന് പറയുന്നത്. ലൂതർ പറഞ്ഞ സഭയുടെ വിശ്വാസമല്ല വിശ്വാസം എന്ന് പറയുന്നത്, വ്യക്തിപരമായി ഒരു ആൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിന് രക്ഷയുടെ വിശ്വാസം എന്ന് പറയുന്നത്. അല്ല സഭയെന്ന് വിശ്വസിക്കുന്നുള്ളതിനല്ല. സഭ അബദ്ധങ്ങളെല്ലാം പഠിപ്പിച്ചാൽ അതിന് വിശ്വസിച്ച പല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വ്യക്തിപരമായ വിശ്വാസം, ആ വിശ്വാസത്തിന് ആധാരം എന്ന് പറഞ്ഞ സഭയല്ല, ആ വിശ്വാസത്തിന് ആധാരം എന്ന് പറഞ്ഞ വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് വ്യക്തികൾ വിശുദ്ധ ബൈബിൾ വായിച്ച് ബൈബിൾ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം. അബ്രഹാം തോമസ് പറയുന്നതെല്ലാം കേട്ട് നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുകയില്ല, സ്വർഗ്ഗത്തിൽ പോകില്ല. അബ്രഹാം തോമസ് പറയുന്ന കാര്യങ്ങൾ ബൈബിൾ പരിശോധിച്ച് നോക്കിയിട്ട് ബരോവയിലെ ആളുകൾ ചെയ്തതുപോലെ അങ്ങനെ തന്നെയോ എന്നവർ പരിശോധിച്ച് നോക്കി. അങ്ങനെയല്ലേ പറയുന്നത്? ബരോവയിലെ ആളുകൾ അവർ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് നോക്കി, വിശ്വസിച്ചോ, പക്ഷെ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വേണം അത് സ്വന്തമാക്കാൻ. അപ്പോൾ നവീകരണത്തിന്റെ കാലഘട്ടത്തിലെ ചരിത്രത്തില് അങ്ങനെ വിശ്വാസത്തിന് വളരെ പ്രസക്തമായിരിക്കുന്ന വ്യത്യാസങ്ങളും പുരോഗതിയും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ രക്ഷിക്കപ്പെട്ടിരിക്കുക ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ കാണുന്നില്ല. 1 യോഹന്നാൻ 5:1 വിശ്വാസത്തെ ഫലമായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ശക്തമായ വേദഭാഗം. അവിടെ എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനനത്തിന്റെ കാലവും വിശ്വാസത്തിന്റെ കാലവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് വാദം. ജനനത്തിന്റെ കാലവും വിശ്വാസത്തിന്റെ കാലവും തമ്മിൽ വ്യത്യാസമുണ്ട്.
ജനിച്ചിരിക്കുന്നവർ വിശ്വസിക്കുന്നു എന്നാണ് ആശയം എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ആശയം തീരെ ബലഹീനമാണ്. അപ്പൊ അവര് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ജനനമാണ് ആദ്യം നടക്കുന്നത്, വിശ്വാസം പിന്നെയാണെന്ന ആ വാക്യത്തിൽ നോക്കി അങ്ങനെ അങ്ങോട്ട് സ്ഥാപിക്കാനായിട്ട് പോയാൽ വളരെ ബലഹീനമായ ഒരു സ്ഥാപനം മാത്രമാണ് തീർച്ചയായിട്ടും അത്. കാരണം മറ്റു ഭാഗങ്ങളിലൊക്കെ വിശ്വസിക്കുക എന്നാൽ നീ വീണ്ടും ജനിക്കുമെന്നാണ്. അപ്പോ ഈ രക്ഷണ്യ വേദശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ വളരെ ഉറയ്ക്കണം. എന്നാണ് ഞാൻ പറയുന്നത്. കാര്യകാരണ സംവിധാനങ്ങളൊക്കെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉറയ്ക്കണം. അപ്പൊ പിന്നെ പ്രധാന ചോദ്യമാണ് വിശ്വാസം എന്നാൽ എന്ത്? വിശ്വാസം എന്നാൽ എന്ത്? ജോൺ കാൽവിൻ വിശ്വാസത്തിന് നൽകിയിട്ടുള്ള നിർവചനം ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ ദൈവത്തിന് നമ്മോടുള്ള കൃപാദാക്ഷിണ്യത്തിന്റെ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള ദൈവഹിതത്തിന്റെ സത്യമായ അറിവാണ് വിശ്വാസം. ഫെയ്ത്ത് ഈസ് ദ ട്രൂ നോളജ് ഓഫ് ഗോഡ്സ് വിൽ ഇൻ ടേംസ് ഓഫ് ദ റെവലേഷൻ ഓഫ് ഹിസ് ഗ്രേഷ്യസ് ഫേവർ ടുവേർഡ്സ് us in Christ. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ക്രിസ്തുവിൽ ദൈവത്തിന് നമ്മോടുള്ള കൃപാദാക്ഷിണ്യത്തിന്റെ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള ദൈവഹിതത്തിന്റെ സത്യസന്ധമായ അറിവാണ് വിശ്വാസം. വിശ്വാസത്തെ അറിവുമായി ബന്ധപ്പെടുത്തിയാണ് കാൽവിൻ ചിന്തിച്ചത്. എന്നാൽ അത് വെറും അറിവല്ല, ദൈവകൃപയുടെ സമൃദ്ധിയുമായി ബന്ധപ്പെട്ട അറിവാണ്. ചാൾസ് ഹോഡ്ജ് എന്ന വേദശാസ്ത്രി ഒരുപക്ഷെ വിശ്വാസം നൽകിയിരിക്കുന്ന നിർവചനം വളരെ നല്ല നിർവചനമാണ്. ഹോഡ്ജ് ഒരു കാൽവിനിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞ വിശ്വാസം അതിന്റെ വിശാല അർത്ഥത്തിൽ സത്യത്തോടുള്ള സമ്മതമാണ്. ഒരു സമ്മതമാണ്. അഥവാ ഒരു കാര്യം സത്യമാണെന്ന മനസ്സിന്റെ നിർബന്ധമാണ് വിശ്വാസം. Faith in the widest sense of the word is the assent to the truth or the persuasion of the mind that a thing is true. ഒരു കാര്യം സത്യമാണ് എന്ന് എൻ്റെ മനസ്സെന്നെ നിർബന്ധിക്കുന്നതാണ് വിശ്വാസം. അതിനാധാരം ബൈബിളാണെന്ന് പറയുന്നത്, ദൈവം പറയും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ തിരുവചനത്തിൽ ദൈവം പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന മനസ്സിന്റെ നിർബന്ധം അഥവാ സമ്മതമാണ് വിശ്വാസം. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതൊക്കെയും മുഖവിലേക്ക് സ്വീകരിച്ച് അതിന് പ്രകാരം പ്രവർത്തിക്കുന്നതാണ് വിശ്വാസം എന്ന് പൊതുവെ പറയാറുള്ള നിർവചനവുമായി ഒരളവും യോജിക്കുന്നതാണ് ഹോഡ്ജിന്റെ ആശയം. മോറൽ എന്നൊരാൾ വിശ്വാസത്തെ നിത്യമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള മനസ്സിന്റെ അന്തർജ്ഞാനമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഫെയ്ത്ത് ഈസ് എ ഇൻറ്റുവേഷൻ ഓഫ് ദി ഇറ്റേണൽ വെറിറ്റീസ്. അതെ, നിത്യമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള മനസ്സിന്റെ അന്തർജ്ഞാനമാണ്. അമാനുഷികവും ദൈവികവുമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അവയവമാണ് വിശ്വാസം എന്ന് വേറൊരാൾ പറഞ്ഞു. സാധ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള മനസ്സിന്റെ സമ്മതമാണ് വിശ്വാസമെന്നാണ് ജോൺ ലോക്ക് പറഞ്ഞത്. ജോൺ ലോക്ക് ഒരു വേദശാസ്ത്രമായിരുന്നില്ല, ഫിലോസഫർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഇമ്മാനുവേൽ കാന്ത് വളരെ ലോകം ബഹുമാനിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മളല്ല താനും എന്ന് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിട്ടല്ലെങ്കിലും ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് വസ്തുനിഷ്ഠമായി അപര്യാപ്തമെന്ന് അംഗീകരിക്കപ്പെട്ടുള്ളതെങ്കിലും ആത്മനിഷ്ഠമായി പര്യാപ്തമായ ബോധപൂർവമുള്ള തീർപ്പാണ് വിശ്വാസം. എന്തോ ഒരു കാര്യമുണ്ട്. അപ്പൊ വസ്തുനിഷ്ഠമായി യാതൊരു പ്രസക്തിയില്ല, ആത്മനിഷ്ഠമാണെന്നാണ്. അതെങ്ങനെ വിശ്വാസമാണ്. അപ്പോ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. തോമസ് അക്വൈനാസ് റോമൻ കത്തോലിക്ക സഭയുടെ ഫൗണ്ടേഷൻ ഇട്ടത് അദ്ദേഹമാണ്, വേദശാസ്ത്രത്തിന്റെ ഫൗണ്ടേഷൻ. അദ്ദേഹം പറഞ്ഞത് അറിവ് വസ്തുനിഷ്ഠമായി ഉളവാകുന്ന ഉത്തമ ബോധ്യമാണ്. ഇത് ഉൾക്കാഴ്ചയാലോ വിശദ വിചാരത്താലോ ഉളവാകാം. എന്നാൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ മനസ്സ് ഇവിധമുള്ള ബോധ്യതയിലേക്ക് നയിക്കപ്പെടുന്നില്ല. Knowledge is a conviction produced by the object itself, seen in intuitively or discursively to be true. Whereas in faith, the mind is not sufficiently moved to assent.